വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് 5ൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഇന്നത്തെ എക്സാമാണ് കീ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ടേം ഇവാലുവേഷൻ ക്രിസ്മസ് എക്സാമിൻ്റെ. ഓക്കെ, ഇതിൽ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട് റീഡ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി. In the figure, a large square is divided into 8 equal parts. What part of the square is shaded? എത്രാമത്തെ ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ 1/8 പാർട്ട്. Then draw a square of 4 centimeter and divide it into 16 equal parts. അത് വരയ്ക്കാനുള്ളതാണ്. Then C question, shade 1/2 of the square of which you have drawn. നിങ്ങൾ വരച്ച അതിൽ ഒരു അര പാർട്ട് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 3/4. അപ്പോൾ അത് 8/12 ആണ് കറക്റ്റ് ആൻസർ. ദെൻ ആക്ടിവിറ്റി 2, ഇതിൽ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ റൈറ്റിംഗ് ദ മെഷേഴ്സ് ഇൻ ഫ്രാക്ഷണൽ ഫോം ആൻഡ് ഡെസിമൽ ഫോംസ്. അപ്പോൾ അതിലിവിടെ പറഞ്ഞിട്ടുള്ളത് 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ, അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ്. അപ്പോൾ അത് ഫ്രാക്ഷണൽ ഫോമിലായിട്ട് എഴുതുമ്പോൾ 7 8/10 എഴുതാം, അല്ലെങ്കിൽ 78/10 ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് സെൻറ്റിമീറ്റേഴ്സിൽ. ദെൻ 7.8 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് എഴുതുക. ദെൻ പറഞ്ഞിട്ടുള്ളത് 9 ലിറ്റേഴ്സ് 675 മില്ലി ലിറ്റേഴ്സ്. അത് നമ്മൾ എങ്ങനെ എഴുതും? ലിറ്റേഴ്സിൽ ഫ്രാക്ഷൻ ഫോമിൽ 9,675 ഡിവൈഡഡ് ബൈ 1000 ആയിട്ട് എഴുതാം. ദെൻ 9.675 ലിറ്റേഴ്സ് ആയിട്ട് എഴുതാം. ദെൻ 7 കിലോഗ്രാംസ് 125 ഗ്രാംസ് എങ്ങനെ എഴുതും? കിലോഗ്രാംസിൽ 125 ഡിവൈഡഡ് ബൈ 1000 കിലോഗ്രാംസ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ 7.125 കിലോഗ്രാംസ് ആയിട്ട് എഴുതാം. ദെൻ 4 മീറ്റേഴ്സ് 85 സെൻറ്റിമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 485 ബൈ 100 മീറ്റേഴ്സ് എഴുതാം. ദെൻ 4.85 മീറ്റേഴ്സ് ആയിട്ട് എഴുതാം. ദെൻ 8 മില്ലിമീറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടത്? 8/10 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞു. ദെൻ ഡാഷ് തന്നിട്ടുള്ളത് സെൻറ്റിമീറ്റേഴ്സിന് 0.8 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടും നമുക്കതിനെ എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ഇതിൽ രാധ ട്രാവൽ ഫ്രം തിരുവനന്തപുരം അറ്റ് 7:45 ആൻഡ് റീച്ച്ഡ് കോട്ടയം ഓൺ ദ സെയിം ഡേ അറ്റ് 11:15 ഓൺ ദ സെയിം ഡേ. She travelled from Kottayam at 15:10 and reached Thiruvananthapuram at 18:55. അപ്പോൾ ഇത് 24 hour ക്ലോക്കിലാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ചോദ്യം ചോദിച്ചതിൻ്റെ ആൻസർ 3.5 hour ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ 210 മിനിറ്റ് എഴുതിയവർക്കും അത് കറക്റ്റാണ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം കോട്ടയം ടു തിരുവനന്തപുരം ചോദിച്ചിട്ടുണ്ട്. അത് 3.25 മണിക്കൂറാണ്, 225 മിനിറ്റ്സ് ആണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് how much time she takes for the to and fro journey by train. അപ്പോൾ എത്ര സമയമാണ് എടുത്തത് അവൾ ടു ആൻഡ് ഫ്രോ ജേണിക്ക്? അപ്പോൾ 3:15 അതിനെടുത്ത സമയം. ഇപ്പോൾ 4:35 മിനിറ്റ്സ് ആണ്. ദെൻ ഹൗ മച്ച് ടൈം ഡസ് ഷീ took for second it take for second hand of a clock to rotate once starting from 1 and reach again 1. ഇപ്പോൾ എത്ര സമയമാണ് ഒന്നിൽ നിന്നും തിരിച്ച് ഒന്നിലെത്താൻ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്? അപ്പോൾ 60 seconds ആണ് ആൻസർ. 1 minute ആയിട്ട് എഴുതാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം ഇസ് ഈക്വൽ ടു 18.55? 18.55 എന്ന് പറയുന്നത് എത്ര സമയമാണ് കറക്റ്റായിട്ടുള്ളത്? 12 hours ക്ലോക്കിൽ. അപ്പോൾ 6:55 PM ആണ്. ദെൻ ആക്ടിവിറ്റി 4. If 3 kilograms of sugar is filled equally in 4 packets, how many kilograms will be 1 packet containing? So അത് 3/4 ആണ്, 3/4 ആണ് kgs of sugar. Then if 17 toffees are distributed equally among 3 persons, how many will each one get? അപ്പോൾ എത്രയായിരിക്കും ഒരാൾക്ക് കിട്ടുന്നതും ബാക്കി എത്ര ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ആൻസർ. 5 toffees will be each one getting and 2 will remain. Then 7 kgs of sugar is filled in 4 identical packets. How many kilograms of sugar in 1 packet? അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ആൻസർ 7/4, അല്ലെങ്കിൽ അത് മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് 1 3/4 ആയിട്ട് എഴുതാം. 1.25 ആൻസർ.
വിച്ച് ഈസ് ഈക്വൽ ടു 1/4. അതിൻ്റെ ഓപ്ഷൻ 1 ആണ്. എ 5 1/4 ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ആക്ടിവിറ്റി 5 ആണ്. വാട്ട് വുഡ് ബി ദ റിമൈൻഡർ വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 4? ഇപ്പോൾ ഒരു സംഖ്യയെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിമൈൻഡേഴ്സ്? അപ്പോൾ 1 ആകാം, 2 ആകാം, അത് ഏതൊരു സംഖ്യയോ ആവാം. നമ്മൾ എന്തിനെയാണ് ഡിവൈഡ് ചെയ്യണത് അതുമനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റിമൈൻഡർ. Then what is the remainder when the number is in the sequence 5, 10, 15, 20 are divided by 5? 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കുന്നത്? അപ്പോൾ അത് അറിയുന്നവർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. 0 ആയിരിക്കും. Then write a number sequence that has a remainder 1 when divided by 5. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൽ റിമൈൻഡർ 1 ആയിരിക്കണം. അപ്പോൾ 5നെക്കാട്ടി ഒരു സംഖ്യ കൂടുതലായിട്ടുള്ള നമ്പേഴ്സിൻ്റെ സീക്വൻസ് നിങ്ങൾ എഴുതിയാൽ മതിയാകും. അപ്പോൾ 1, 6, 11, 16 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അതിലും വേറെ വ്യത്യസ്ത നമ്പേഴ്സ് എഴുതുകയാണെങ്കിലും കറക്റ്റാണ്. കുട്ടികൾ അവരുടെ ഒരു കാൽക്കുലേഷൻസ് അനുസരിച്ച് എഴുതാവുന്നതാണ്. ദെൻ റൈറ്റ് എ നമ്പർ സീക്വൻസ് ദാറ്റ് ഹാസ് എ റിമൈൻഡർ 2 വെൻ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അതും 5 ഒരു 3നെക്കാട്ടിയും 2 നമ്പേഴ്സ് കൂടിയ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സീക്വൻസ് കിട്ടിപ്പോകുന്നതാണ്. 5, 8, 11, 14 എക്സെട്ര. ദെൻ അതിനെക്കാട്ടിയും വ്യത്യസ്ത നമ്പേഴ്സ് എഴുതിയാലും റിമൈൻഡർ 2 ആണെങ്കിൽ ഇറ്റ്സ് കറക്റ്റ്. വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 9 ദ ക്വോഷ്യൻറ്റ് ഇസ് 0 ആൻഡ് ദ റിമൈൻഡർ ഈസ് 8. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നമ്പർ? അപ്പോൾ അത് ഏതായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ അത് എ ആണ് ഓപ്ഷൻ. ദെൻ ആക്ടിവിറ്റി 6, റൈറ്റ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡഡ് പാർട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1/4 ആണ് അതിൻ്റെ ആൻസർ. ഡ്രോ ദ പിക്ചർ ടു റെപ്രസെൻറ്റ് ദ ഫ്രാക്ഷൻ 1/8 ബൈ യൂസിങ് സർക്കിൾ ആൻഡ് പാർട്സ് ഓഫ് സർക്കിൾ. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കാനുള്ളതാണ്. ഒരു സർക്കിളും അതിൽ പിന്നെ വേറെ ഒരു സർക്കിൾ വരച്ചിട്ട് 1/8 അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ 1/8 പാർട്ട് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി കറക്റ്റ്. If we write 1/4, 1/8 and 1/3 in ascending order, which one will be in the middle? അപ്പോൾ അതിൻ്റെ ആൻസർ 1/4 ആണ്. Then D question, in which rectangle below is 1/3 part shaded? അപ്പോൾ ABCയിലൊക്കെ നിങ്ങൾക്ക് കാണാണ്ട് കുറച്ച് വലിപ്പത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. എയിലും ബിയിലും അതെ, അതിൽ ഷെയ്ഡായിട്ടുള്ള പോർഷൻ 1/3 അല്ല. അപ്പോൾ കറക്റ്റ് ആദ്യം എന്തായിരിക്കണം? ആ ബോക്സ് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതും അതിൽ ഒരു ഭാഗം മാത്രം ഷെയ്ഡാണെങ്കിലാണ് അത് 1/3 ആവുന്നത്. അപ്പോൾ അത് ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് 7th ആക്ടിവിറ്റി. ദർ ആർ 4 Sundays and 5 Saturdays in the December of a year. Which day is the 31st of the December? അപ്പോൾ അത് ശനിയാഴ്ചയാണ്. ദെൻ വിച്ച് ഡേ ഈസ് ദ 1st of the December? It is Thursday. Which are the days in December? Those comes 5 times. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് 5 തവണ വരുന്നത്? അത് Thursday, Friday and Saturday ആണ് അതിൻ്റെ ആൻസർ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ? അതിൻ്റെ ആൻസർ സി ആണ്, 2018. ഓക്കെ, ദെൻ ഈസി ആയിരുന്നു പേപ്പർ. ഓക്കെ, ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.